AAC 8B കമ്മിറ്റ്മെൻ്റ് ആണ്. AAC 8B ഇങ്ങനെയാണ് പറയുക: സ്കോപ്പ് ഓഫ് ദ ഇമേജിംഗ് സർവീസസ് ഈസ് കമൻസുറേറ്റ് ടു ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നോ അതിന് ഏറ്റവും ആനുപാതികമായി എന്ന് പറഞ്ഞാലും പറ്റില്ല, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആനുപാതികമായി എന്നല്ല, അതിന് എത്ര അത്യാവശ്യം വേണ്ടി വരുമോ അത്രയും നല്ല രീതിയിലായിരിക്കണം നമ്മുടെ ഇമേജിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ട്രോമ കെയർ എടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കുക. അവിടെ ന്യൂറോ സർജറി ഒക്കെ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഹെഡ് ഇഞ്ചറി പോലെയുള്ള കാര്യങ്ങളാണ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ തന്നിരിക്കുന്നത് തന്നെ. അപ്പം നമ്മൾ അത്തരത്തിലൊരു സിവിയറായിട്ടുള്ള ഒരു കേസസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒന്നിൽ കൂടുതൽ പേര് ഒരേ സമയം ആക്സിഡൻറ്റ് പറ്റി ഇവിടെ എത്തി, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് വന്ന് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ CT എടുക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി നമുക്ക് ഒരു CT ഉള്ളൂ എങ്കിൽ തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥാപനമായിട്ട് നമുക്കൊരു കരാറും കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം ആ ഒരു CT കഴിഞ്ഞ് റിപ്പോർട്ട് വരുന്ന ഡിലേ 2 പേർക്കാവുമ്പം കൂടാൻ സാധ്യതയുണ്ട്. ഒരേ എക്യുപ്മെൻ്റ് ആണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ. സോ മൾട്ടിപ്പിൾ പേഴ്സൺസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അത് പ്രോബ്ലം ആകാൻ പാടില്ല. അത്രയും ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ന്യൂറോ സർജറി അത്രയും ഒരു സ്ട്രക്ചേർഡ് നമ്മുടെ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഉണ്ടാവണം. അതുപോലെ ഏത് സർവീസും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഇൻവെസ്റ്റിഗേഷൻസ് പര്യാപ്തമായിരിക്കണം ഈ സർവീസസിന്. അപ്പോൾ ആ റേഡിയോ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ പെർമിസസിനകത്ത് തന്നെ അല്ലെങ്കിൽ പുറത്തേക്ക് കൊടുക്കാൻ പറ്റണം. 24 മണിക്കൂറും ഇത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇനി രാത്രി ഇവിടെ സർവീസ് ഇല്ല, വളരെ ദൂരം ചിലപ്പം ഈ പേഷ്യൻറ്റിനെ ഇവിടെ സർവീസ് ഉണ്ടെന്നുണ്ട് കൊണ്ടുവന്നതായിരിക്കും എമർജൻസി സാഹചര്യത്തിൽ. ഈ എമർജൻസി സാഹചര്യം ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് 24 hours നമുക്ക് ഈ ഒരു സർവീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണം. എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആവശ്യത്തിന് സ്റ്റാഫ് സ്ട്രെങ്ത് നമ്മളവിടെ കീപ്പ് ചെയ്തിരിക്കണം. അതിന് കൃത്യമായ മാനദണ്ഡം നമുക്കുണ്ടാവണം. റൗണ്ട് ദ ക്ലോക്ക് അവൈലബിൾ ആക്കുക എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി ഷെഡ്യൂളുകൾ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയണം. സർവീസിന് ആനുപാതികമായിട്ട് നമുക്കറിയാം ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ് വേണം അതിനെ ഇമേജസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട്. അവരുടെ എമർജൻസി സർവീസസ്, ആ കൺസൾട്ടൻസിൻ്റെ എമർജൻസി സർവീസസ് അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. സോ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഔട്ട്സോഴ്സ്ഡോ ഇൻസോഴ്സ്ഡോ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇമേജിംഗ് സർവീസസ് നമ്മളുടെ സ്ഥാപന ട്രാൻസ്പോർട്ടേഷൻ നടത്തി ചിലപ്പം തൊട്ടടുത്തുണ്ടാവും. ആ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണം. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? വളരെ കൃത്യമായി സേഫായിട്ട് ഈ പേഷ്യൻറ്റിനെ കൊണ്ടുപോയി ഇമേജിംഗ് സർവീസ് നടത്തിക്കൊണ്ടുവരുന്നതിന് ഏതൊക്കെ ടെക്നീഷ്യൻ, നമ്മൾ കണ്ടതാണ് AACയുടെ മുൻ സ്റ്റാൻഡേർഡുകൾ, ഏതൊക്കെ ടെക്നീഷ്യനാണ് ട്രാൻസ്ഫർ ഇൻ ആൻഡ് ഔട്ട് ഫോർ സർവീസസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ആ ഒരു നോളജ്ഡ് പേഴ്സൺ കൂടെ ഉണ്ടാവണം ആ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത്. സോ ഇത്രയാണ് നമ്മളിവിടെ പറയുന്നത്. AAC 8B സ്കോപ്പ് ഓഫ് ഇമേജിംഗ് സർവീസസ് commensurate to the services provided by our organization. നമ്മുടെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് ആനുപാതികമായി നമുക്ക് ഇമേജിംഗ് സർവീസസ് ഉണ്ടായിരിക്കണം. AAC 8B.